മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. പ്രശ്നമാർഗത്തിലെ 20-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 17-ാമത്തെ ശ്ലോകമാണ് ഇന്ന് കാണുന്നത്. 17-18 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം പറയാം. ഭാര്യാഭൂതനിപീഡിത രവിയുതേ ശുക്രേ പ്രധാനാ ച സാ ചന്ദ്രേണാഭ്യധികാത്മജ ക്ഷിതിഭുവ ജാരാനിതാ പീഡിത രക്ഷോഭിശ്ച യുധേ ബുധേന ലളിത വിദ്യാസുശീലാന്വിത സ്യാദ്വിദ്യാധര പീഡിതാദ ഗുരുണ പൂർണാ ഗുണൈ പുത്രിണി. ഇനി 18-ാമത്തെ ശ്ലോകം. ഗന്ധർവൈശ്ച നിപീഡിതാദശനിന ദുഷ്പുരുഷാസക്തധീർ ദുശ്ശീലാ കപടാനിതാ ദുരുദ്ധിത ചൈഷാം തൈവാലയൈ നീജാസക്തമനാസ്തു കേതുഫണഭൃദ്യുക്തേ അംഗഹീനാ ച സാ മാധ്യാദ്യൈസ്ത്രിഭിരാംശുനശ്യതി ശനൈരർത്ഥപ്രഹാരാന്വിതേ. ഒന്നുകൂടെ വായിക്കാം. ഭാര്യാഭൂതനിപീഡിത രവിയുതേ ശുക്രേ പ്രധാനാ ച സാ ചന്ദ്രേണാഭ്യധികാത്മനാ ക്ഷിതിഭുവ ജാരാനിതാ പീഡിത രക്ഷോഭിശ്ച യുധേ ബുധേന ലളിത വിദ്യാസുശീലാന്വിത സ്യാദ്വിദ്യാധര പീഡിതാദ ഗുരുണ പൂർണാ ഗുണൈ പുത്രിണി. ഗന്ധർവൈശ്ച നിപീഡിതാദശനിന ദുഷ്പുരുഷാസക്തധീർ ദുശ്ശീലാ കപടാനിതാ ദുരുദ്ധിത ചൈഷാം തദൈവാലയൈ നീജാസക്തമനാസ്തു കേതുഫണഭൃദ്യുക്തേ അംഗഹീനാ ച സാ മാന്ദ്യാം ദൈസ്ത്രിഭിരാശു നശ്യതി ശനൈരർത്ഥപ്രഹാരാന്വിതേ. ശുക്രേ രവിയുതേ ഭാര്യ. ശുക്രൻ സൂര്യനോടുകൂടി നിന്നാൽ ഭാര്യ ഭൂതനിപീഡിത ഭൂതോപദ്രവം ഉള്ളവളായിരിക്കും. അപ്പോൾ ശുക്രൻ സൂര്യനോടുകൂടി നിന്നാൽ ഭാര്യയ്ക്ക് ഭൂതോപദ്രവം ഉള്ള ആളാണ് ഉണ്ടാവുക ഭാര്യ. സപ്രധാനാച അവൾ ഉത്തമ സ്ത്രീയുമായിരിക്കും. ഭൂതോപദ്രവം ഉള്ളവളും അതേപോലെ തന്നെ ഉത്തമ സ്ത്രീയായിരിക്കും ശുക്രന് സൂര്യനോടുകൂടി നിന്നാൽ ഉള്ള ഫലം. ചന്ദ്രേണ യുധേ ആത്മനാ അഭ്യാധിക. ശുക്രൻ ചന്ദ്രനോടുകൂടി നിന്നാൽ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടയായിരിക്കും. ക്ഷിതിഭുവാ ജാരാന്വിത കുജനോട് ചേർന്നാൽ ജാരസംഗമമുള്ളവളും. രക്ഷോഭി പീഡിതാച രാക്ഷസോപദ്രവമുള്ളവളുമായിരിക്കും. ബുധേന യുധാ ലളിത ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും. വിദ്യാസുശീലാന്വിത വിദ്യയും സൗശീല്യവും ഉള്ളവളുമായിരിക്കും. അപ്പോൾ ശുക്രൻ സൂര്യനോട് കൂടി നിന്നാൽ, അപ്പോൾ ശുക്രൻ ഓരോ ഗ്രഹങ്ങളോട് കൂടി നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ശുക്രൻ സൂര്യനോട് കൂടി നിന്നാൽ ഭാര്യയ്ക്ക് ഭൂതോപദ്രവം ഉണ്ടാവും, പക്ഷെ അവൾ ഉത്തമ സ്ത്രീയായിരിക്കും. ശുക്രൻ ചന്ദ്രനോട് കൂടി നിന്നാലോ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടയായിരിക്കും. കുജനോട് ചേർന്നാൽ ജാരസംഗമമുള്ളവളും സംസർഗമുള്ളവളും രാക്ഷസോപദ്രവമുള്ളവളുമായിരിക്കും. ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും വിദ്യയും സൗശീല്യവും ഉള്ളവളായിരിക്കും. അധ ഗുരുണാ വിദ്യാധര പിന്നെ ഗുരുവിനോട് ചേർന്നാൽ വിദ്യാധര പീഡിതയും സൽഗുണസമ്പന്നയും സന്താന ഗുണമുള്ളവളായിരിക്കും. ഗുരുണാ വിദ്യാധര പീഡിത ഗുണൈ പൂർണ്ണ പുത്രിണീ സ്യാൽ. ഗുരുവിനോട് ചേർന്നാൽ ശുക്രൻ ഗുരുവിനോട് ചേർന്നാൽ വിദ്യാധര പീഡിതയും സൽഗുണസമ്പന്നയും സന്താന ഗുണമുള്ളവളും ആയിരിക്കും. അഥ ശനിയാ ഗന്ധർവേ ശുക്രൻ ശനിയോട് ചേർന്നാൽ ഗന്ധർവന്മാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും. നിപീഡിതാച ഉപദ്രവം നേരിടുന്നവളും. ദുഷ്പുരുഷാസക്തധി നീചപുരുഷന്മാരിൽ ആഗ്രഹമുള്ളവളും. ദുശീല കപടാനിത ദുശീലയും കപട സ്വഭാവമുള്ളവളും. ദുരുദിത ചീത്തവാക്കുകൾ പറയുന്നവളുമായിരിക്കും. അപ്പോൾ ശുക്രന് ശനിയുടെ യോഗം വന്നാൽ എന്താണ്? ഗന്ധർവന്മാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും നീചപുരുഷന്മാരിൽ ആഗ്രഹമുള്ളവളും ദുശീലയും കപട സ്വഭാവമുള്ളവളും ചീത്തവാക്കുകൾ പറയുന്നവളുമായിരിക്കും. ഏഷാമാലയെ സൂര്യാദിഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളെ കൊണ്ട് അഥൈവ ഇതേ ഫലം തന്നെ പറയണം. അതായത് ശുക്രൻ സൂര്യൻ മുതൽ ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി
ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളിലും അതായത് ആ ക്ഷേത്രങ്ങളിൽ പോയി നിന്നാലും ഇതേ ഫലങ്ങളാണ് പറയേണ്ടത് എന്നാണ് പറയുന്നത്. സൂര്യാദി ഗ്രഹങ്ങളോട് ശുക്രൻ ചേർന്നാലുള്ള ഫലം തന്നെ ശുക്രൻ സൂര്യാദികളുടെ ക്ഷേത്രങ്ങളിൽ നിന്നാലും ഉണ്ടാകും. കേതു ഫണഭൃദ്യുക്തേ, ശുക്രൻ കേതുവിനോടോ രാഹുവിനോടോ ചേർന്നാൽ സ നീചാസക്തമന, അവൾ നീചന്മാരിൽ ആഗ്രഹമുള്ളവളും അംഗഹീനാച അസ്തു, അംഗവൈകല്യമുള്ളവളും ആയിരിക്കും. അതായത് ശുക്രന് കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ യോഗം ഉണ്ടെങ്കിൽ അവൾ നീചന്മാരിൽ ആഗ്രഹമുള്ളവളും അംഗവൈകല്യമുള്ളവളായിരിക്കും. മാന്ദ്യാദ്യൈ ത്രിഭി, മാന്തി മുതലായ മാന്തി, യമകണ്ഠകൻ, കാലൻ, ആശുനശ്വതി മൂവന്മാരോടും കൂടി ശുക്രൻ ചേർന്നാൽ ഭാര്യ പെട്ടെന്ന് മരിക്കും. ശുക്രൻ ഗുളികനോടോ യമകണ്ഠകനോടോ കാലനോടോ കൂടി നിന്നാൽ ശുക്രൻ നിന്നാൽ ഭാര്യ പെട്ടെന്ന് തന്നെ മരിക്കും. അർദ്ധപ്രഹരാനിതേ ശനി, ശുക്രൻ അർദ്ധപ്രഹരനോട് കൂടി നിന്നാൽ ഭാര്യ സാവധാനമായി മരിക്കും. യമകണ്ഠക സ്ഫുടം വരുത്തേണ്ട വിധം 19-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാലൻ്റെയും അർദ്ധപ്രഹരൻ്റെയും സ്ഫുടം വരുത്തേണ്ട രീതി താഴെ കാണിക്കുന്നു. യമകണ്ഠക സ്ഫുടം 19-ാം അധ്യായത്തിൽ ഉണ്ട്, അത് നോക്കി പഠിക്കുക. അർദ്ധപ്രഹരൻ്റെയും കാലൻ്റെയും സ്ഫുടം എങ്ങനെയാണ് വരുത്തേണ്ടതെന്നാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഈ 2 ശ്ലോകം കൊണ്ട് പറഞ്ഞത്? ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് ശുക്രൻ ഓരോ ഗ്രഹങ്ങൾ, സൂര്യൻ മുതലായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളോട് കൂടി നിന്നാലുള്ള ഭാര്യയുടെ സ്വഭാവം എന്താണെന്നും, അതേപോലെ തന്നെ ഈ ശുക്രൻ ഓരോ രാശിയിലും നമുക്കറിയാം, മേടം വൃശ്ചികം കുജക്ഷേത്രമാണ്, ഇടവം തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ്, മിഥുനം കന്നി ബുധൻ്റെ ക്ഷേത്രമാണ്, കർക്കിടകം ചന്ദ്രൻ്റെയും ചിങ്ങം സൂര്യൻ്റെയും, ധനുവും മീനവും ഗുരുവിൻ്റെയും, മകരം കുംഭം ശനിയുടെയും ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രങ്ങളിൽ ശുക്രൻ പോയി നിന്നാലും അതിനനുസരിച്ചുള്ള സ്വഭാവമായിരിക്കും ഭാര്യയുടെ എന്ന് പറയണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ശുക്രൻ സൂര്യനോട് കൂടി നിന്നാൽ ഭാര്യ ഭൂതോപദ്രവമുള്ളവളായിരിക്കും, അവൾ ഉത്തമ സ്ത്രീ ആയിരിക്കും. ശുക്രൻ ചന്ദ്രനോട് കൂടി നിന്നാൽ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടയായിരിക്കും. കുജനോട് ചേർന്ന് നിന്നാൽ ജാരസംഗമമുള്ളവളും രാക്ഷസോപദ്രവമുള്ളവളായിരിക്കും. ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും വിദ്യയും സൗശീല്യമുള്ളവളായിരിക്കും. ഗുരുവിനോട് ചേർന്നാൽ വിദ്യാധര പീഡിതയും സൽഗുണസമ്പന്നയും സന്താന ഗുണമുള്ളവളായിരിക്കും. ശുക്രൻ ശനിയോട് ചേർന്നാൽ ഗന്ധർവന്മാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും നീചപുരുഷന്മാരെ ആഗ്രഹമുള്ളവളും ദുശീലയും കപട സ്വഭാവമുള്ളവളും ചീത്തവാക്കുകൾ പറയുന്നവളും ആയിരിക്കും. സൂര്യാദി ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളെ കൊണ്ട് ഇത് തന്നെ ഫലം പറയണം. അതായത് ശുക്രൻ ഈ ക്ഷേത്രങ്ങളിൽ ഓരോ ഗ്രഹങ്ങളിലെ സൂര്യൻ മുതലുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ പോയി നിന്നാൽ ചിങ്ങം കർക്കിടകം മേടം വൃശ്ചികം അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി നിന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ അധിപനോട് ചേർന്ന് നിൽക്കുന്ന ഫലം തന്നെയാണ് പറയേണ്ടത്. പിന്നെ ശുക്രൻ കേതുവിനോടും രാഹുവിനോടും ചേർന്നാൽ നീചന്മാരിൽ ആഗ്രഹമുള്ളവളും അംഗവൈകല്യമുള്ളവളായിരിക്കും. പിന്നെ ശുക്രൻ ഗുളികൻ യമകണ്ഠകൻ കാലൻ ഇവരോട് കൂടി ചേർന്നാൽ ഭാര്യ പെട്ടെന്ന് തന്നെ മരിക്കും. അർദ്ധപ്രഹരനോട് കൂടി നിന്നാൽ സാവധാനമായിട്ട് മരിക്കുള്ളൂ എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ശ്ലോകവ്യാഖ്യാസം അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് അർദ്ധപ്രഹരനെക്കുറിച്ചും കാലസ്ഫുടവും വരുത്താനും പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.